അളിയ, എൻ്റെ മനസ്സിലൊരു കഥ വരുന്നുണ്ട്. എങ്ങനുണ്ട്? കൊള്ളാവോ? അതെങ്ങനെയാടാ ഞാൻ പറയുന്നത്, നീ കേട്ട് നോക്കിയിട്ട് പറ. പ്ലീസ് ടിന, മനസ്സിലാക്കടാ. നിങ്ങ പെൺപിള്ളേരുടെ ആത്മാർത്ഥയൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ ആൺപിള്ളേരൊക്കെ ഒരുപാട് മാറിടാ. മനസ്സിലാക്കടാ. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇത് തന്നെയല്ലേ ഞാൻ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നത്. ഇന്നത്തേക്ക് ലാസ്റ്റ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രം ക്ഷമിക്കാം. That's it, Tina. Thanks a lot. മതി മതി. ഹലോ രേഷ്മ, ഞാനൊരു ചെറിയ വർക്കിലാണ്, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. ആ അളിയോ, അപ്പൊ ഇന്നും നീ ക്ലാസ്സിൽ പോകുന്നില്ലല്ലേ? നാളെ ആവട്ടെ. നിനക്ക് ആ താടിയൊക്കെ പഠിച്ച് വൃത്തിക്കും മെനക്കും നടന്നുകൂടാ. എടാ, നിന്റെ കയ്യിൽ പണമുണ്ട്, കാണാൻ ആളുമുണ്ട്. നമ്മുടെ കാര്യം എങ്ങനെയാണോ? ദേ, ഇതൊക്കെ തന്നെ ധാരാളം. കിട്ടാനിട്ടല്ല, വേണ്ടാഞ്ഞിട്ടല്ലേ? എന്റെ പൊന്നളിയ, ഈ ഫേസ്ബുക്ക് മൊബൈൽ ഫോണും ഒക്കെ വിളയാടുന്ന ഈ യുഗത്തില് നീ വിചാരിക്കുന്ന പോലെ പെണ്ണിനെ കിട്ടില്ല അളിയാ, കിട്ടില്ല. കിട്ടും. നീ വാട, ഇവന് വട്ട. ഒന്ന് പോയി കൂളിയട ശവമേ. എടാ, ദേഷ്യപ്പെട്ട് പോകുന്നത് കൊള്ളാം. ആ പുറത്തിറങ്ങുന്ന ന്യൂസ് പേപ്പർ ഇല്ലേ, അതൊന്ന് അകത്തിട്ടേച്ചും പോടാ. നിന്റെ സംസാരം കേട്ടാത്തോന്നും പത്രക്കാരന് മാസാമാസം കറക്റ്റായിട്ട് പൈസ കൊടുക്കുന്നു. അവൻ എല്ലായിടത്തും ഇട്ടിട്ട് ചോദിക്കേണ്ടിയിരുന്നില്ല. എൻ്റെ അമ്മേ. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാവോ? എടാ, ഞാൻ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും ഓരോരുത്തരന്മാരുണ്ട്. ഞാൻ അവിടെ നിന്ന് മുടിയത്തുള്ളൂ. രണ്ട് ഓ, ഇതിപ്പോ തന്നെ പത്രം. ആ, കോളേജ് സിനിമ. അതിരിക്കട്ടെ, നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചൂടെ? എന്തായാലും എനിക്ക് എന്തിനൊരു ഫോൺ? എന്നെ ആകെ വിളിക്കാനുള്ളത് അമ്മയാ. നീ വിചാരിക്കുന്ന പോലെ പെണ്ണിനെ കിട്ടില്ല അളിയാ, കിട്ടില്ല. ഉണ്ട് അളിയ, ഉണ്ട്. എട്ട് 54 കിട്ടി മോനെ.
ഇങ്ങോട്ട് തന്നെയാണല്ലോ ഭർത്താവ് നോക്കണേ. ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെ. മോനെ ഇത് അവളല്ലേ? എടി ഓപ്പോസിറ്റ് വരുന്നൊരു പയ്യൻ നിന്നെ നോക്കുന്നുണ്ട്. എന്റെ സിപ്പ് അടച്ചു. ഓ ബുക്ക്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണ? മച്ച വണ്ടി എടുത്തോ നാളെ ഇവളെ ഞാൻ കറക്കിയെടുക്കും മോളെ. ദൈവമേ, ഇന്ന് വന്നിട്ടുണ്ടാവോ? വന്നിട്ടുണ്ട് മോനെ. ചേട്ടാ എന്തേലും താ ചേട്ടാ. 3 ദിവസമായിട്ട് ചേട്ടാ എല്ലാം ഇപ്പൊ കഴിച്ചിട്ട് ഞാനെന്ത് ചെയ്യണം? എന്തേലും താ ചേട്ടാ. ഹായ് 100. ഇനി ഒരു ചില്ലി പൈസയും അപ്പന്റെ നിന്ന് പ്രതീക്ഷിക്കണ്ട. 100 രൂപയുണ്ട്, കയ്യിൽ വെച്ചോ. ഹലോ, നീ ബിരിയാണി കിട്ടി തന്നെ വെയിറ്റ് ചെയ്തോളൂ. ഞാൻ പപ്പാടോട് വർക്ക്ഷേപ്പ് ബിരിയാണിയാ? അയ്യോ ഈശോയെ, വീണ്ടും എന്നെ പരീക്ഷിക്കാണ്. അളിയ ഇങ്ങ് വന്നേ. എത്ര നാളായി അളിയ ഒന്ന് കണ്ടിട്ട്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? തെന്നിൽ പായും തെന്നലിന്റെ വഴി വന്ന പൂവിൻ തേന്നുകന്ന വരി വണ്ടിൻ നൂളിപ്പാട്ടിനീറലിമ ചിമ്മും പെണ്ണേ. ചില്ലക്കൂട്ടിൽ വന്നടഞ്ഞ ചെറുചെല്ലക്കാറ്റിൻ കൈകൾ നിന്നുടലിൽ അല്ലിപ്പൂവിടത്തുന്ന കുളിരല കണ്ടോ പെണ്ണേ. വണ്ടിക്ക് പറ്റി. എന്റെ അപ്പൂപ്പന്റെ ബുള്ളറ്റ്. ഇവനിത് എവിടെ പോയി കിടക്കാണോ ആവോ? ഹലോ. ഇന്ന് ക്ലാസ്സിൽ പോയില്ല. എന്നും പോയാ എങ്ങനെ? അതെ. മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിരുന്നു. താടി, മുടി, കാട്ടാളനെ പോലെയുണ്ട്. ഇതൊക്കെ ഒന്ന് കളയാൻ എന്താ വഴി? കയ്യിൽ 10 പൈസയില്ല. മാല പണയം വയ്ക്കണ്ട, ഇവിടെ ഒടുക്കത്തെ പലിശയാണ്. വിറ്റ് കളയാം. സ്റ്റൈലെക്സ് തന്നെ ആയിക്കോട്ടെ. എന്തായാലും കാര്യങ്ങൾ ഇത്രയായി. ഇഷ്ടാന്ന് പറഞ്ഞാലോ? വേണം. പക്ഷേ ഇതെങ്ങനെ പറയും? മൊബൈലില്ല, അപ്പൊ പിന്നെ
മെസ്സേജും. ഐഡിയ, ലവ് ലെറ്റർ. ഈ സംഭവം ഇത് എൻ്റെ അപ്പൻ്റെയും അപ്പൂപ്പൻ്റെയും കാലത്തെ ഐഡിയ ആണെങ്കിലും ഈ ഫേസ്ബുക്കും മെസ്സേജും ഒന്നുമില്ലാത്ത പെണ്ണിൻ്റെ ഉള്ളിൽ കയറാൻ വഴിയൊന്നുമില്ല. ലവ് ലെറ്ററൊക്കെ ആയി കഴിയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് എവിടുന്ന് തുടങ്ങും? ഇങ്ങനെ തുടങ്ങാം. ഇത്രയും പ്രിയപ്പെട്ട ആളെ എത്ര എഴുതിയാലും കൂപ്പ് ശരിയാവില്ല. ഓ അവസാനത്തെ പേപ്പറായി. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക ഫീൽ എനിക്കുണ്ട്. ഈ ഒരു ഫീലിനെയാണ് പ്രേമമെന്നും പ്രണയം എന്നൊക്കെ പറയുന്നെങ്കിൽ അന്ന് മുതൽ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങി. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയണേ. അപ്പോൾ പോരാ കുട്ടി. നീ ആര്? എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. തരാൻ പറഞ്ഞിരുന്നു. ആര്? നിന്റെ പൊന്നു മോനെ, ഇത് പറ്റിയ പണി നല്ല കേട്ടോ. സമയമുണ്ടല്ലോ, നാളെയല്ലേ? കുക്കു കുക്കു. സമയം എന്താ പോവാത്തെ? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് റിസ്ക്കാണ്. നമ്മള് വരുന്ന വഴിക്കാണെങ്കിൽ അത് സേഫാ. ടെൻഷനാണ്. Hi bro, did you see a girl bike crossing this place? ഈ വഴിക്കൂടെ ഒരു പെൺകുട്ടി പോണതോ കണ്ടോന്ന്? ഈ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെടുന്നത് എല്ലാരും ഇങ്ങനെയാണല്ലോ. നിക്ക് അങ്ങോട്ട് പോയി ചേന്റെ വെല്ല കള്ളയെല്ലാം മാഷേ ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടു. അതാണ് ചേന്റെ കളി. ചേന്റെ ഏതായാലും ഇവിടെ വെക്കാം, ഞാൻ ഇപ്പൊ വരാവേ. പരീക്ഷയ്ക്ക് കൊടുത്ത ടെൻഷൻ ഇല്ല. എടി നൈനു, അവിടെ നിക്ക്. നൈനു
ഹലോ. അയ്യോ, ആരാ? വിദ്യ, വിദ്യ, വിദ്യ എവിടെയാ? വിദ്യ, വിദ്യ, വിദ്യ വാ. വിദ്യ നീ എവിടെയാ? സോറി, സോറി, എക്സ്ട്രീംലി സോറി. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ നിൽക്കാൻ. വന്ന് വന്ന് നിന്റെ ചെവിയും പോയോ? സർ, ഡോക്ടർ വിളിക്കുന്നു. താങ്ക് യു. ഡോക്ടർ, മെല്ലെ കണ്ണു നോക്കൂ. ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട. ആദ്യത്തെ 2 ആഴ്ച പെയിൻ കാണും. സ്നേഹം സത്യമാണെങ്കിൽ അതിനുവേണ്ടി അധിക ദൂരെ യാത്ര ചെയ്യേണ്ടതില്ല. അത് നമ്മളെ തേടി വരും. എങ്കിൽ പിന്നെ നിനക്കങ്ങ് ചെയ്തോളൂ. ഡയറക്ഷൻ പഠിക്കാത്ത ഞാൻ എന്തിന് ഒരു ഡയറക്ടറെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ ചെയ്ത എങ്ങനെയാണാ ശരിയാവുന്നത്? ആദ്യത്തെ അല്ലേ, തെറ്റുകളുണ്ടാവാം. നമ്മുടെ പ്രേക്ഷകർ ക്ഷമിച്ചോളൂ. പിന്നെ സിനിമയോട് ഒരാഗ്രഹമില്ലേ, അത് മതിയിടാ. എങ്കിൽ പിന്നെ ഒരു കൈ നോക്കാല്ലേ. എന്നാ പിന്നെ ക്യാമറ നിനക്കങ്ങ് ചെയ്തൂടെ? ചെയ്യാം. പക്ഷേ നമുക്കൊരു പ്രൊഡ്യൂസർ ഇല്ലാതെ എങ്ങനെ തുടങ്ങും? പ്രൊഡ്യൂസർ Turn me up.